Dear students, നമുക്ക് പഠിക്കാനുള്ള topic Objectives of EDP and Phases of EDP. Entrepreneurial Development Programs ന്റെ objectivesഉം അതിന്റെ phases. Phases എന്ന് പറഞ്ഞാൽ എന്താ? ഘട്ടങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് objectives പഠിക്കാം. The objectives may be divided into two short term and long term objective. And first one is short term objective. ടെക്സ്റ്റ് വെച്ചിട്ടാണല്ലോ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. പോയിന്റ്സ് 1 by 1 ആയിട്ട് ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ്. ദ ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ് ഇംപ്ലൈ ദ ഒബ്ജക്റ്റീവ്സ് വിച്ച് ആർ ടു ബി അച്ചീവ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രോഗ്രാം. ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവിൽ വരുന്നത്. അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. അത് തുടങ്ങാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഷോർട്ട് ടേമിൽ ചെയ്യുക? ടു ഹെൽപ്പ് ഇൻ സെലക്ടിങ് പ്രൊജക്റ്റ് ഓർ പ്രൊഡക്റ്റ്. നമ്മൾ ഏത് ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്നത്, ഏത് പ്രൊജക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്, അതിനാവശ്യമായ സഹായങ്ങൾ കൊടുക്കുക. To help in formulation of project formulate ചെയ്യുന്നതിന് സഹായിക്കുക. To make the participants understand the process and procedures and setting up of business enterprise. ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങുന്നതിനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. To know and to influence the source of help or support needed for launching enterprise. To prepare a person mentally for the entrepreneurial venture. ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നതിന് മാനസികമായി ആ വ്യക്തിയെ ഏബിൾ ആക്കിയെടുക്കുക. ഇത്രയും ഷോർട്ട് ടൈം ഒബ്ജക്റ്റീവ് ആണ് എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ ലോങ് ടൈം ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ടു ഐഡന്റിഫൈ ആൻഡ് ട്രെയിൻ പൊട്ടൻഷ്യൽ എന്റർപ്രണേഴ്സ്. ഇതുപോലെയുള്ള പ്രോഗ്രാംസ് നടത്തുന്നത് കൊണ്ട് ഭാവിയിൽ കൂടുതൽ പേരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശം. പിന്നെ ടു ഡെവലപ്പ് നെസസറി നോളജ് ആൻഡ് സ്കിൽ എമംഗ് പാർട്ടിസിപ്പൻസ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യം വേണ്ട നോളജും സ്കില്ലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ടു ഇമ്പാർട്ട് ബേസിക് മാനേജറിയൽ അണ്ടർടേക്കിംഗ്. ഏതൊരു സ്ഥാപനമായാലും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ആണെങ്കിൽ തന്നെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ സക്സസ് നിലനിൽക്കുന്നത്, അല്ലെ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മാനേജറിയൽ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു കൊടുക്കുക. ടു ഡെവലപ്പ് സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ഇൻഡസ്ട്രി സെക്ടർ. ചെറുകിട മീഡിയം എന്റർപ്രൈസുകളും ചെറുകിട എന്റർപ്രൈസസും ഒക്കെ വളർത്തുന്നതിനുള്ള സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. ടു നോ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ബീയിങ് ആൻ എന്റർപ്രണർ. വാട്ട് ഈസ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ബീയിങ് ആൻ എന്റർപ്രണർ? ഒരു എന്റർപ്രണർ ആവുമ്പോഴുള്ള എല്ലാ അർത്ഥത്തിലുള്ള ബുദ്ധിമുട്ടുകളും സാധ്യതകളും പ്രവർത്തനങ്ങളും എല്ലാം ഓരോ മുക്കും മൂലയും, അതായത് എല്ലാ ഭാഗവും എന്നർത്ഥം. ദാറ്റ് ഈസ് പ്രോസ് ആൻഡ് കോൺസ്. ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ്. ചെറിയ ചെറിയ വ്യവസായ സംരംഭങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ടു ഇൻഡസ്ട്രിയലൈസ് റൂറൽ ആൻഡ് ബാക്ക്വേർഡ് റീജിയൻ. ഗ്രാമീണ മേഖലയും കുറച്ച് പുറകെ നിൽക്കുന്ന ഒരു ഏരിയകളെയൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക. ആവശ്യമായ സപ്പോർട്ട് കൊടുത്ത് അവരെയും മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക. ടു പ്രൊവൈഡ് ഗെയിൻഫുൾ സെൽഫ് എംപ്ലോയ്മെന്റ് ടു എഡ്യൂക്കേറ്റഡ് യൂത്ത്. വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള, അതായത് വരുമാനദായകമായ അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ, അതിനുള്ള ആവശ്യമായ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ടു പ്രൊവൈഡ് ഗെയിൻഫുൾ സെൽഫ് എംപ്ലോയ്മെന്റ് ടു എഡ്യൂക്കേറ്റഡ് യൂത്ത്. അപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ഇതുപോലെ തന്നെ ഭാവിയിൽ അവർക്ക് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തി ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരിക. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഇതിന്റെ നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഫേസസ് എന്നുള്ളതാണ്. ഫേസസ് പറയുമ്പോൾ ഘട്ടങ്ങൾ.
എന്തൊക്കെയാണ് ഒരു എന്റർപ്രണറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഘട്ടങ്ങൾ? ഇനീഷ്യൽ ഓർ പ്രീ ട്രെയിനിങ് ഫേസസ്, ട്രെയിനിങ് ഓർ ഡെവലപ്മെന്റ് ഫേസ്, പോസ്റ്റ് ട്രെയിനിങ് ആൻഡ് ഫോളോ അപ്പ് ഫേസ്. ട്രെയിനിങ് നടത്തുക എന്നുള്ള രണ്ടാമത്തെ സ്റ്റേജിന് മുമ്പ് ട്രെയിനിങ്ങിന് ആവശ്യമായ ആൾക്കാരെ തിരഞ്ഞെടുക്കുക, അവർക്ക് ഏത് രീതിയിലുള്ള ട്രെയിനിങ് വേണമെന്ന് കൊടുക്കുന്ന ഫസ്റ്റ് സ്റ്റേജും, ഈ ട്രെയിനിങ് കൊടുത്തതിന്റെ എഫക്റ്റ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഫോളോ അപ്പ് സ്റ്റേജും അടങ്ങുന്ന 3 സ്റ്റേജാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനീഷ്യൽ ഓർ പ്രീ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേജിലെ ദിസ് ഇൻക്ലൂഡ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രിപ്പറേഷൻ റിക്വയർഡ് ടു ലോഞ്ച് ദ ട്രെയിനിങ് പ്രോഗ്രാം. അവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ് സിലബസ് ഉണ്ടാക്കുക, അതിന്റെ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുക, ആവശ്യമായ ഡിസൈനിങ് ടൂൾസും ടെക്നിക്സും ഒക്കെ സെലക്ട് ചെയ്യുക, പബ്ലിസിറ്റി കൊടുക്കുക, പ്രോഗ്രാമിന് ആവശ്യമായ പബ്ലിസിറ്റി കൊടുക്കുക, ഡെവലപ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫോം. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്ടിന്റെ ഈ ട്രെയിനിങ്ങിന് മുന്നേ ചെയ്യേണ്ട കാര്യമാണ്. ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ദേ ആർ ഗിവൺ practical exposure in areas like market survey, preparation of project and feasibility report, marketing of product and services. The purpose of training is to develop need for achievement, that is motivation among trainee, more theoretical and practical knowledge in imparting to the training. The training program is usually 6 week duration. സാധാരണ ഒരു 6 ആഴ്ചത്തെ ഡ്യൂറേഷൻ ഉള്ള ഒരു കോഴ്സാണ്. 6 ആഴ്ചത്തെ പറയുമ്പോൾ എത്രയാ? ഏകദേശം ഒരു 1.5 മാസം അല്ലേ? 1.5 മാസമുള്ള ഒരു ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ട്രെയിനിങ്ങിലെ എല്ലാ കാര്യങ്ങളും, പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കാനും അതിൻ്റെ ഫീസിബിലിറ്റി നോക്കാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതിനുശേഷം ഈ ട്രെയിനിങ്ങിൻ്റെ എഫക്റ്റ് എത്രമാത്രം ചെയ്യുന്നുണ്ട് എന്നറിയാനുള്ള ഒരു ഫോളോ അപ്പും അവർ നടത്തുന്നുണ്ട്. EDP aims at developing the right type of caliber and motivation amongst the potential entrepreneurs so as to enable them to set up their own enterprise. The success and failure of EDP depends upon the extent up to which the objective of EDP has been achieved. Through follow-up can be understand about the past performance, weakness, if any, and drawn up the plans for removing these bottleneck in future. In short, these plans in phases involve assessment to judge how far the objectives of the program have been achieved. Okay, thank you.